അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? നോക്കിക്കേ, ഇത് നമ്മുടെ അടയ്ക്കയുടെ തോടാണ് കേട്ടോ. അതായത് അടയ്ക്കയുടെ തൊലി, അടയ്ക്ക പൊളിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന തൊലിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒട്ടും വെയിറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ളിൽ തണുപ്പ് നിന്നിട്ട് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഇന്ന് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട്, അതായത് നല്ല വളക്കൂറുള്ള മണ്ണും അതുപോലെ തന്നെ മണ്ണൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വേഗം വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു ഗ്രോ ബാഗാണ്. അപ്പോൾ നല്ല ഹോളുള്ള ഒരു ഗ്രോ ബാഗ് എടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം ഗ്രോ ബാഗ് തന്നെ വേണമെന്നില്ല, ചട്ടിയാണെങ്കിലും നല്ല ഹോൾ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. വെള്ളം അതിൻ്റെ അകത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കരുത്. അതിനുശേഷം നമ്മൾ ഇതേപോലെയുള്ള ഈ അടയ്ക്കാത്തോട് ഇതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് നിറയ്ക്കാം. അപ്പം ഈ അടയ്ക്കാത്തോട് ഉണങ്ങിയ അടയ്ക്കാത്തോട് ആയതുകൊണ്ട് ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞ് ആർക്കും നമുക്ക് എവിടെയും നന്നായിട്ട് നമുക്ക് ചെടിയൊക്കെ നട്ട്, അല്ലെങ്കിൽ പച്ചക്കറിയാണെങ്കിൽ പച്ചക്കറി എന്തും നട്ടിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിന് ഒരു കുഴപ്പമില്ലാതെ ആർക്കും അനായാസം എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു മീഡിയമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ബോട്ടിൽ ഇതിനെ നടുക്ക് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കരികില അല്ലെങ്കിൽ പച്ചയില, ഇതിപ്പം ശീമക്കൊന്നയുടെ ഞാൻ വളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ശീമക്കൊന്നയുടെ ഇലകളിങ്ങനെ നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ വീണ്ടും കരികില ഇടുന്നു. പിന്നെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് നല്ല പോട്ടിനൊക്കെ വലിയ വലിപ്പമുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രോ ബാഗ് നല്ല വലിപ്പമുള്ളതാണെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു ഭാഗം കൂടെ നമുക്ക് ഈ ഒരു അടയ്ക്കയുടെ തോട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒറ്റ പ്രാവശ്യം ഇടുന്നുള്ളൂ. ഇനി അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വീണ്ടും നമ്മൾ പച്ചില ഇടും. അതായത് ആദ്യമേ തൊണ്ട്, അതിന് ശേഷം നമ്മൾ കരികില അല്ലെങ്കിൽ പച്ചില, വീണ്ടും അതായത് ഇപ്പോൾ കരികില ഇടുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ പച്ചില, ഇപ്പോൾ പച്ചില ഇടുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ കരികില എന്ന രീതിയിൽ ഇടുക. അങ്ങനെ 1-2 ലെയർ അത് പൊന്തിച്ചു കൊണ്ടിരിക്കുക. ഏകദേശം നമ്മളൊരു 3/4 ഭാഗം ആകുമ്പം അതിൻ്റെ മേൽഭാഗത്ത് മാത്രം അല്പം മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു ചിരട്ട മണ്ണിൻ്റെ ഒരൊറ്റ ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതൊന്ന് നനച്ചു കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ നനച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നന്നായിട്ട് എന്താ പറയുക, വെള്ളം ഊർന്നു പോയിക്കോളും. അപ്പം ഇത് സെറ്റാവും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഞാൻ ഒറ്റ വിരലുകൊണ്ടാണ് ഇതെടുത്തത്. അനായാസം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്നതിനോ ആർക്ക് വേണമെങ്കിലും, ഏത് ചെറിയ കുഞ്ഞു മുതൽ ഏറ്റവും വലിയ പ്രായമായ ആൾക്കാർക്ക് പോലും എടുത്തുകൊണ്ട് പോകാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വേനൽക്കാലത്ത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുമാണ് ഇത്. കാരണം കൂടുതൽ വെള്ളം ഇതിൻ്റെ അകത്ത് തങ്ങി നിന്ന് നല്ലൊരു തണുപ്പ് ചെടികൾക്ക് കൊടുക്കുകയും ചെടികൾ വാടിപ്പോകാതിരിക്കാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നൊരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തത് കൊണ്ട് നന്നായിട്ട് ആ ഒരു നല്ലൊരു ഹോള് പോലെ നമുക്കവിടെ ആ നടുഭാഗം കിട്ടി. ഈ നടുഭാഗത്ത് ആണ് നമ്മൾ ചെടികൾ നടുന്നത്. അപ്പോൾ ചെടികൾ നടാൻ വേണ്ടി നമുക്ക് ആ ഒരു ഭാഗത്ത് മാത്രം അല്പം വളക്കൂറുള്ള പിന്നെ നിങ്ങൾക്ക് പോട്ടി മിക്സോ, അല്ലെങ്കിൽ സാധാരണയായിട്ട് ഞാൻ ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മണ്ണും കൂടെ മിക്സ് ചെയ്ത, അല്ലെങ്കിൽ കമ്പോസ്റ്റും പിന്നെ കോഴിവളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് നേരത്തെ ചിരട്ടയിൽ നട്ട് വെച്ചിരുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൈയാണ്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുള വന്ന ഭാഗം ഞാൻ ഇതേപോലെ ചിരട്ടയിൽ അല്പം മണ്ണെടുത്തിട്ട് നട്ടു കൊടുത്തു. നല്ല രീതിയിൽ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിഴങ്ങ് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ മാത്രം നട്ടു കൊടുക്കാം. ഇനി എല്ലാവരും ചോദിക്കുന്നൊരു സംശയമാണ്, ഇത് അല്ലെങ്കിൽ മണ്ണ് ഇനി ഇട്ട് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ വളം ഇട്ട് കൊടുക്കണ്ടേ? വളം ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ സാധാരണ വീടുകളിലുള്ള പച്ചക്കറികളുടെ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ നമുക്ക് ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേനും ഈ മണ്ണ്, അതായത് കരികില ഒന്ന് ചെറുതായിട്ട് അമുങ്ങും. ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ ഏറ്റവും മേൽഭാഗത്ത് ഇതേപോലെ അല്പം തണൽ, അല്ലെങ്കിൽ ഒരു തണുപ്പിന് വേണ്ടി ഒരല്പം കരികിലയോ അല്ലെങ്കിൽ പച്ചിലയോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഏത് പച്ചക്കറിയാണോ അല്ലെങ്കിൽ ഏത് ചെടിയാണോ നന്നായിട്ട് പൂവിട്ട് തഴച്ച് വളർന്ന് നമുക്ക് ഫലങ്ങൾ തരും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് എന്തായാലും എഴുതണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ, ടേക്ക് കെയർ.